എടി വെക്കേഷൻ എടുക്കാറായല്ലോ, എന്താ നിന്റെ പരിപാടി? ഒരു പരിപാടി നടക്കില്ലടാ. അമ്മ എന്നെ വെക്കേഷന് ട്യൂഷൻ ആക്കാൻ പോകുക. ഇപ്പോഴേ ട്യൂഷൻ സെന്ററിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് വെക്കേഷൻ ക്ലാസ് ഉണ്ടോന്ന്. ഇവന്മാർക്ക് വേറെ ഒരു പരിപാടിയില്ല ഈ ട്യൂഷൻ സെന്റർ നടത്താനായിട്ട്. ജൂണിൽ എങ്ങനെ തുടങ്ങിയാൽ പോരെ? വെക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പറയും. എനിക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. എന്റെ വലിയച്ഛന്റെ മോൻ വരുന്നുണ്ട്, ചേട്ടന് ബുള്ളറ്റ് ഉണ്ടല്ലോ. ഈ വെക്കേഷന് മുഴുവനും ഞങ്ങൾ റോഡ് ട്രിപ്പ് ആയിരിക്കും. എടാ സന്ദീപേ, നിന്റെ തള്ളു നിർത്ത്. ഇവിടെ നിന്ന് കോഴിക്കോട് വരെ പോയാൽ ഛർദിച്ച് അവശനാകുന്നവനാ ഇനി റോഡ് ട്രിപ്പിന് പോകുന്നേ. അയ്യോടെ രഞ്ജിത്തെ, വലിയ കോമഡി ആയിപ്പോയി. ചിരിച്ചോ ചിരിച്ചോ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. അയ്യോ, ഇപ്പൊ ബെല്ലടിക്കുമല്ലോ. ഫസ്റ്റ് പീരീഡ് മീന മിസ്സിന്റെയാ. അതിനെന്താടി സാനി, ഇന്ന് ടെസ്റ്റ് പേപ്പർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? അയ്യോ, ടെസ്റ്റ് പേപ്പർ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സയൻസ് ഡയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴാ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞടി, ഞാനും ഈ ക്ലാസ്സിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, ഞാൻ കേട്ടൊന്നുമില്ലല്ലോ. നീ ഇത് ഓർത്തോണ്ടാണ് അടി സാനി നടക്കുന്നത്. ഞങ്ങള് മറന്നുപോയല്ലോ, അതേപോലെ മിസ് മറന്നോക്കോളൂ. ആ മിസ് ഇപ്പൊ മറന്നത് തന്നെ. അതേടി, മിസ് മറക്കും. 3-4 ദിവസം ഹോളിഡേ ഒക്കെ ആയിരുന്നില്ലേ? പിന്നെ മിസ് ആണെങ്കിൽ ലീവ് എടുത്തിട്ടൊക്കെ ലീവ് ആയിരുന്നേ. ഒരാഴ്ച എങ്ങാണ്ടായി മിസ് ഇതിനു മുമ്പ് ക്ലാസ്സിൽ വന്നിട്ട്. മിസ് മറക്കോടി. പിന്നെ ഉണ്ടല്ലോ, ഇത്തവണത്തെ ആനുവൽ എക്സാമിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് 4 പങ്കിട്ടെടുക്കണം. ഓരോരുത്തരും ഓരോന്നിനുള്ള കോപ്പി എഴുതാനുള്ളത് എഴുതിക്കൊണ്ട് വരണം. ഓ, എനിക്കൊന്നും വയ്യ കോപ്പി എഴുതി കൊണ്ടുവരാൻ. നിങ്ങൾ കൊണ്ടുവന്നാൽ മതി പേപ്പർ, ഞാനത് വാങ്ങി എഴുതിക്കോളാം. അത് വേണ്ട മോളെ, എന്തായാലും അത് പറ്റൂല. എന്നിട്ട് നിനക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആകാനല്ലേ? ഫസ്റ്റ് ആകാനോ? ഞാനോ? പിങ്കി ഉള്ളപ്പോഴോ? നിനക്കറിയാലോ, പിങ്കി അരച്ച് കലക്കി കുടിച്ചിട്ടായിരിക്കും വരുന്നത്. അവളുള്ളപ്പോ ഈ ക്ലാസ്സിൽ ബുക്ക് നോക്കി എഴുതിയാൽ പോലും ഫസ്റ്റ് ആകില്ല, പിന്നെ ഒരു കോപ്പി പേപ്പർ. അത് ശരിയാടാ, അവൾ എങ്ങനെ ഇടയിരുന്ന് പഠിക്കുന്നേ? ഓ ദേടാ പറഞ്ഞു നാവിടത്തില്ല, വരുന്നുണ്ട്. എല്ലാ പഠിപ്പുകളും കൂടി വരുന്നുണ്ട്. എടാ ആദർശ, എന്റെ സയൻസ് ഡയറി തീർന്നടാ. ഞാൻ പിന്നെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് പുതിയൊരു 200 പേജിന്റെ ബുക്ക് വാങ്ങിയിട്ട് ബാക്കി എഴുതി. അതെ, എന്റെ തീരാറായി. 2 പേജും കൂടിയേ ഉള്ളൂ. ഞാനും കുറെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സയൻസ് ഡയറിയുടെ കാര്യം ഇവിടെ പറയുന്നേ. ഇവളുമാര് ടീച്ചർ വരുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കുന്ന തോന്നുന്നേ. സയൻസ് ഡയറിയൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച എഴുതിക്കൊണ്ട് വന്നതാ, പക്ഷെ മിസ് ലീവായിരുന്നല്ലോ, അതാ കൊടുക്കാനേ. എന്റെ ബാഗിലുണ്ട്. പിങ്കി, എടി ഞാൻ നിന്നെ രഞ്ജിത്ത് വിളിക്കുന്നു. ഓ, ആ ബാക്ക് ബെഞ്ചേഴ്സിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, കേൾക്കാത്ത പോലെ നിൽക്കാം. എടി പിങ്കി. ഓ, എന്താ രഞ്ജിത്തെ, നീ വിളിച്ചോ? ഞാൻ കേട്ടില്ല. നിന്റെ സയൻസ് ഡയറിയും തന്നെ. ഞങ്ങൾ എഴുതിയിട്ടില്ല, കുറച്ചിട്ട് എഴുതാനാ. അയ്യോടാ, അതിന് ഞാൻ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടുവന്നതാ. ഇപ്പൊ ഈ 5 മിനിറ്റ് എഴുതിയാലൊന്നും തീരില്ല. പിങ്കി, നീ സയൻസ് ബുക്കിന്റെ കാര്യം മിസ്സിനോട് പറയില്ലേട്ടോ. മിസ് കഴിഞ്ഞ ഒരാഴ്ച ലീവ് ആയതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതി, അതുകൊണ്ട് ഞങ്ങൾ എഴുതിയില്ല. പറയുന്ന കേട്ടാത്തൊന്നും മിസ് ലീവ് അല്ലെങ്കിൽ ഇവര് കറക്റ്റ് ആയിട്ട് എഴുതുന്ന ആൾക്കാരാണെന്ന്. അവര് കളിയാക്കി ചിരിക്കുന്നത് കണ്ടോ? അവളെ ഇന്ന് ഞാൻ നീ അവളെ എറിഞ്ഞോ? എന്തുകൊണ്ടാ? അതൊരു പേപ്പർ ബോളാടി, മിണ്ടണ്ട. കണ്ടോ, പുറകിന്ന് പേപ്പർ ബോൾ കൊണ്ട് എന്റെ തലക്കിട്ട് എറിഞ്ഞു. എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. എന്തിനാ നിങ്ങൾ പിങ്കിനോട് ഇങ്ങനെ ചെയ്തേ? എടി പിങ്കി, ഞങ്ങളൊന്നും അല്ല, പുറകിലെ പിള്ളേരാന്ന് തോന്നുന്നു. ഞങ്ങള് കണ്ടില്ല, പെട്ടെന്ന് ആ ഒരു ബോള് പോണ കണ്ടേ. വേണ്ട വേണ്ട, നിങ്ങൾ ഒരു നുണയും പറയണ്ട. ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും. എടാ, അവള് മിസ്സിനോട് പറഞ്ഞു കൊടുക്കുന്നു. ജഡ ബെല്ലടിച്ച് സീറ്റിൽ പോയിരിക്കാൻ വാ. ഓക്കെ, ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഓ, ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ഇനി നമുക്ക് പോർഷൻസ് വേഗം തീർക്കണം കേട്ടോ. അയ്യോ, പിങ്കിക്ക് എന്ത് പറ്റി? പിങ്കി എന്തിനാ കരയുന്നേ? മിസ്സേ, ബാക്ക് ബെഞ്ചിൽ നിന്ന് ആരും എന്റെ തലക്കിട്ട് എറിഞ്ഞു മിസ്സേ, വേദന എടുത്തിട്ട് വയ്യ. ബാക്ക് ബെഞ്ചിന്നോ? എന്താ എറിഞ്ഞത്? ഒരു ബോളാ മിസ്സേ, ശരിക്ക് വേദനിച്ചു. ആരാ എവിടെ നിന്ന് ബോൾ എടുത്തെറിഞ്ഞേ? പറ. നിങ്ങൾക്ക് ആർക്ക് ചെവി കിട്ടൂടെ? ആരാ ബോൾ എറിഞ്ഞെന്ന്? സനി, പറ, ആരാ ബോൾ എറിഞ്ഞേ? എനിക്കറിയൂല ടീച്ചർ. രഞ്ജിത്തെ, നീയാണോ? ഞങ്ങളൊന്നും അല്ല മിസ്സേ. ഞങ്ങൾ കണ്ടതാ മിസ്സേ. ആ ബെഞ്ചിൽ നിന്ന് ആരോ ബോൾ എടുത്ത് തലക്കിട്ട് എറിഞ്ഞേ. നല്ല വേദന എടുത്തുന്നാ പറഞ്ഞേ. പിങ്കി കരയുമായിരുന്നു. ഓഹോ, എന്നാ ഞാൻ നോക്കട്ടെ ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന്. ഒരാളാണ് ബോൾ എറിഞ്ഞെങ്കിൽ അവരുടെ പേര് പറയാം, ഇല്ലെങ്കിൽ ഈ ബെഞ്ചിൽ ഇരിക്കണ എല്ലാരെയും ഞാൻ തല്ലും. വേഗം പോയിട്ട് ആ വടി എടുത്തോണ്ട് വന്നേ. സനി തന്നെ ആദ്യം കൈ നീട്ടിക്കോ. അയ്യോ മിസ്സേ, ഞങ്ങളല്ല, ഈ രഞ്ജിത്ത എറിഞ്ഞ ബോള്. ഓഹോ, എന്നിട്ട് നിനക്ക് അറിയില്ലല്ലേ? ഇങ്ങോട്ട് വന്നേ, കൈ നീട്ടിക്ക്. 2 അടി കിട്ടുന്നുണ്ടോ? ശരിയായിക്കോളും തനിയെ. മിസ്സേ, ഞാൻ തമാശക്ക് അതൊരു പേപ്പർ ബോൾ, അതിന് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. ഓഹോ, വേദന ഇല്ലെങ്കിൽ നീ എറിയോ?